എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കേരള PSC നടത്തുന്ന ഏതൊരു എക്സാമിനും ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണത്. പല രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാം, എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അങ്ങനെ പല രീതിയിലാണ് ഇംഗ്ലീഷ് ഗ്രാമറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് PSC എക്സാംസിന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെക്ചർ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ചോദ്യം വന്നാലും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള 100 പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ റൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം, ഏതൊക്കെ രീതിയിലാണ് അതിലെ ഇഷ്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള റൂൾസ് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ടുള്ള ടിപ്സാണ് നമ്മൾ ഈ ഒരു 100 റൂൾസ് എന്ന രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് റൂളിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എവ്രി ഹാവ് ഫിനിഷ് ദ ഹോംവർക്ക്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിക്കേ. ഇവിടെ നമ്മൾ ആദ്യം നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് എന്ന് പറയുന്ന വാക്കാണ്. എവ്രി വൺ, നോ വൺ, നോബഡി, എവ്രിബഡി അങ്ങനെയുള്ള വാക്കുകളെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്നാണ് വിളിക്കുന്നത്. സോ ഇതുപോലുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസിന് സിംഗുലർ ആയിട്ടുള്ള വേർബാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിംഗുലർ ഫോമിലുള്ള വേർബ് ആയിരിക്കണം ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഇൻഡെഫിനിറ്റ് പ്രൊനൗണും സിംഗുലർ ആയിരിക്കണമെന്നില്ല. ഒരു സെറ്റ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ഉണ്ട്. എവ്രി വൺ, എവ്രിബഡി, നോ വൺ, നോബഡി അങ്ങനെ ഒരു സെറ്റ് ഉണ്ട്. ആ ഒരു സെറ്റ് ഓഫ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ് സിംഗുലർ വേർബ്സ് ഉപയോഗിക്കുന്നത്. പ്ലൂറൽ വേർബ്സ് ഉപയോഗിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസും ഉണ്ട്. അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇതിൻ്റെ കറക്ഷൻ എന്ന് പറയുന്നത് എവ്രി വൺ ഹാസ് ഫിനിഷ് ദെയർ ഹോംവർക്ക്. സോ ഇവിടെ എവ്രി വൺ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ സിംഗുലർ വേർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഹാവിന് പകരം ഹാസ് വരുന്നത്. സോ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ലൈക്ക് എവ്രി വൺ, നോബഡി, എനി വൺ, എനിത്തിങ്, ഈച്ച്, ഐദർ, എവ്രിബഡി, എവ്രിതിങ്, നെയ്തർ, നോ വൺ, നത്തിങ്, സംബഡി, സം വൺ, സംതിങ് അങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് സിംഗുലർ വേർബ്സ് ആണ് ഉപയോഗിക്കുന്നത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ 2 ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. ഡിസ്പൈറ്റ് ഓഫ് ഹിസ് എഫേർട്സ് ഹി ഫെയിൽഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഇഷ്യൂ എന്ന് നോക്കിയേ. സോ ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡിസ്പൈറ്റ് ഓഫ് ഹിസ് എഫേർട്സ് ഹി ഫെയിൽഡ്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിസ്പൈറ്റ് എന്ന വാക്കിൻ്റെ കൂടെ ഓഫ് വരാൻ പാടില്ല. ഡിസ്പൈറ്റ് എന്ന വാക്കിൻ്റെ കൂടെ ഓഫ് വരാൻ പാടില്ല. സോ ഇവിടെ ഓഫ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഓഫ് എടുത്ത് മാറ്റിയാൽ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആവും. ഡിസ്പൈറ്റ് ഹിസ് എഫേർട്സ് ഹി ഫെയിൽഡ്. ഡിസ്പൈറ്റിൻ്റെ കൂടെ ഓഫ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ സെയിം മീനിങ് കൺവേ ചെയ്യുന്ന മറ്റൊരു സംഭവമാണ് ഇൻസ്പൈറ്റ് എന്ന് പറയുന്നത്. ഇൻസ്പൈറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചുള്ള ഈ ഒരു രീതിയിൽ സെൻറ്റൻസ് വരുവാണെങ്കിൽ അതിൽ ഓഫ് ഉപയോഗിക്കണം. ഇൻസ്പൈറ്റ് ഓഫ് എന്ന് ഉപയോഗിച്ചേ പറ്റൂ. സോ ഈ റോൾ വളരെ ഈസിയാണ്. ഡിസ്പൈറ്റ് ഷുഡ് നോട്ട് ബി ഫോളോഡ് ബൈ ഓഫ്. ഡിസ്പൈറ്റ് ഷുഡ് നോട്ട് ബി ഫോളോഡ് ബൈ ഓഫ്. സോ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. സോ ആദ്യം ബേസിക് ആയിട്ടുള്ള ഇതുപോലെ റൂൾസ് സ്റ്റാർട്ട് ചെയ്ത് അഡ്വാൻസിലേക്ക് എത്തുന്ന 100 റൂൾസാണ് നമ്മൾ ഈ ഒരു ലെക്ചർ സീരീസിൻ്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ റൂൾ നോക്കാം. മൂന്നാമത്തെ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 5 hours. ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 5 hours. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ നോക്കിക്കേ. സോ നമുക്കറിയാം സിൻസ്, ഫോർ, എഗോ പോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സിൻസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം അല്ലെങ്കിൽ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് സിൻസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ 5 hours എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷനാണ്. ഇതുപോലെ ഡ്യൂറേഷൻ വരുമ്പോഴേക്കിന് സിൻസ് അല്ല ഉപയോഗിക്കേണ്ടത്. അതിന് പകരം ഡ്യൂറേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള അർത്ഥങ്ങൾ കൺവേ ചെയ്യാൻ ഉപയോഗിക്കേണ്ടത് ഫോർ എന്ന് പറയുന്ന വാക്കാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 5 hours. ഐ ഹാവ് ബീൻ ഹിയർ ഫോർ 5 hours ആണ് ഇതിൻ്റെ ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. സിൻസ് ഇവിടെ ഉപയോഗിക്കണമെങ്കിൽ ഈ 5 hoursന് പകരം ഐ ഹാവ് ബീൻ ഹിയർ സിൻസ് 12 o'clock അല്ലെങ്കിൽ 12 AM എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. കാര്യം സ്പെസിഫിക് ആയിട്ടൊരു സമയമാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ അവിടെ സിൻസ് ഉപയോഗിക്കാം. സോ ഇതിൻ്റെ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ഇസ് യൂസ് ഫോർ സ്പെസിഫിക് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്സ്, ഫോർ ഇസ് യൂസ് ഫോർ ഡ്യൂറേഷൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ നാലാമത്തെ റൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ ഫർണിച്ചർ ആർ ഔട്ട്ഡേറ്റഡ്. ദ ഫർണിച്ചർ ആർ ഔട്ട്ഡേറ്റഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇതിൻ്റെ ഇഷ്യൂസ് എന്ന് നോക്കിക്കേ. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ തെറ്റെന്ന് പറയുന്നത് ഫർണിച്ചർ എന്ന വാക്കെന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ്.
സിംഗുലാർ ഫോമിലുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ് ഫർണിച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ദ ഫർണിച്ചർ ഈസ് ഔട്ട്ഡേറ്റഡ് എന്നാണ് വരേണ്ടത്. ദ ഫർണിച്ചർ ആർ ഔട്ട്ഡേറ്റഡ് എന്ന് പറയുന്നത് തെറ്റാണ്, കാര്യം ഇത് പ്ലൂറൽ ഫോമിലേക്കാണ് അത് പോകുന്നത്. പക്ഷേ ഇവിടെ ഫർണിച്ചർ എന്ന വാക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ടുള്ള അൺകൗണ്ടബിൾ നൗൺ ആണ്. അതുകൊണ്ട് തന്നെ സിംഗുലാർ വേർബാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ സിംഗുലാർ ഫോം ആണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫർണിച്ചർ ഈസ് ഔട്ട്ഡേറ്റഡ്. സോ ഇത് റൂള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള റൂളാണ്. യൂസ് സിംഗുലാർ വേർബ്സ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ്. സോ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫർണിച്ചർ, ലഗേജ്, ബാഗേജ്, ക്രോക്കറി, എക്വിപ്മെൻറ്റ്, ഇൻഫർമേഷൻ, ന്യൂസ്, ഇതുപോലുള്ള വാക്കുകൾ സിംഗുലാർ ഫോമിലുള്ള അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഈ വാക്കുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ല. സോ ഇതിൽ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാക്കുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ലാത്തത് കൊണ്ട് പ്ലൂറൽ ഫോമിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഫർണിച്ചേഴ്സ് അല്ലെങ്കിൽ ലഗേജസ്, ബാഗേജസ് അങ്ങനെയൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴും സിംഗുലാർ ഫോമിൽ മാത്രമാണ് ഈ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. സോ ഇത് സിംഗുലാർ ഫോം ആയതുകൊണ്ട് സിംഗുലാർ ആയിട്ടുള്ള വേർബ് അല്ലെങ്കിൽ സിംഗുലാർ ആയിട്ടുള്ള വേർഷനാണ് ഉപയോഗിക്കേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്കുകൾ മാക്സിമം ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഒരുപാട് സെൻറ്റൻസ് കറക്ഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഈ അഞ്ചാമത്തെ റൂൾ നോക്കാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, വളരെ ഈസിയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി. 3 friends greeted each other warmly. The 3 friends greeted each other warmly. ഈ ഒരു ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് തെറ്റ് എന്ന് ആദ്യം നോക്കി. സോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇവിടെ 3 friends ആണ്, അതായത് 3 പേരുള്ള ഒരു ഗ്രൂപ്പാണ്. അതായത് 2ൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട്. 3 or more people ഉള്ള ഒരു ഗ്രൂപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഉപയോഗിക്കുമ്പോഴേക്കിന് അവിടെ ഈച്ച് അതർ എന്ന വാക്കല്ല വൺ അനദർ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. കാര്യം അതൊരു ഗ്രൂപ്പാണ്, 3 അല്ലെങ്കിൽ 3ൽ കൂടുതൽ ആളുകളുള്ളൊരു ഗ്രൂപ്പാണ്. അവിടെ ഈച്ച് അതറിന് പകരം വൺ അനദർ ആണ് ഉപയോഗിക്കേണ്ടത്. 2 ആളുകളുള്ളൊരു പെയറാണെങ്കിൽ അവിടെ ഈച്ച് അതർ ഉപയോഗിക്കാം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ 3 friendsന് പകരം 2 friends ആയിരുന്നെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ ഇവിടെ 3 friends ആയതുകൊണ്ട് ഈച്ച് അതറിന് പകരം വൺ അനദർ എന്നാണ് ഉപയോഗിക്കേണ്ടത്. The 3 friends greeted one another warmly. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. സോ ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് യൂസ് ഈച്ച് അതർ ഫോർ 2 people ആൻഡ് വൺ അനദർ ഫോർ മോർ ദാൻ 2. യൂസ് ഈച്ച് അതർ ഫോർ 2 people ആൻഡ് വൺ അനദർ ഫോർ മോർ ദാൻ 2. റൂൾ 6ൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഇഷ്യൂ എന്ന് ആദ്യം നോക്കി. 2/3 of the cake are gone. 2/3 of the cake are gone. നമ്മൾ ഫ്രാക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒരു ഫ്രാക്ഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭാഗമായിട്ട് വരുവാണെങ്കിൽ ആ ഫ്രാക്ഷന് ശേഷം വരുന്ന ഏറ്റവും അടുത്ത നൗൺ, ആ നൗൺ ഏത് ഫോമിലാണോ ആ ഒരു ഫോമിലായിരിക്കണം അതിൻ്റെ ആ ഒരു വേർബ് വരേണ്ടത്. ഒരു ഫ്രാക്ഷന് വരുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫ്രാക്ഷന് ശേഷം വരുന്ന ഏറ്റവും അടുത്ത നൗൺ, ആ നൗണിൻ്റെ ഏത് ഫോമിലാണോ, ഇപ്പോൾ സിംഗുലർ ആണെങ്കിൽ സിംഗുലർ ആയിരിക്കണം വേർബ് വരുന്നത്. ഇപ്പോൾ ആ നൗൺ പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ ഫോമിലുള്ള വേർബ് ആയിരിക്കണം അതിനുശേഷം വരേണ്ടത്. സോ ഇവിടെ 2/3 എന്ന് പറയുന്നതാണ് ഫ്രാക്ഷൻ. അതിനുശേഷമുള്ള ഏറ്റവും അടുത്ത നൗൺ എന്ന് പറയുന്നത് കേക്കാണ്. കേക്ക് എന്ന് പറയുന്നത് സിംഗുലാർ ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേർബ് വരുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടതും സിംഗുലാർ ഫോമിലായിരിക്കണം. സോ ആർ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. കറക്റ്റ് ചെയ്യുമ്പോഴേക്കിന് ദ 2/3 ഓഫ് ദ കേക്ക് ഇസ് ഗോൺ. 2/3 ഓഫ് ദ കേക്ക് ഇസ് ഗോൺ എന്ന് പറയുന്നതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ അതിൻ്റെ റൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ വേർബ് അഗ്രീസ് വിത്ത് ദ നൗൺ ഫോളോയിങ് ദ ഫ്രാക്ഷൻ. ദ വേർബ് അഗ്രീസ് വിത്ത് ദ നൗൺ ഫോളോയിങ് ദ ഫ്രാക്ഷൻ. ഫ്രാക്ഷന് ശേഷമുള്ള ഏറ്റവും അടുത്ത നൗണുമായിട്ടാണ് ആ ഒരു വേർബ് അഗ്രി ചെയ്യേണ്ടത്. ഇനി 7ാമത്തെ റൂളായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നെയ്തർ അജയ് നോർ ബിനോയ് വെയർ പ്രസൻറ്റ് ദെയർ. നെയ്തർ അജയ് നോർ ബിനോയ് വെയർ പ്രസൻറ്റ് ദെയർ. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് ഇഷ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇവിടെ 2 സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ നൗൺസിനെ നെയ്തർ നോർ എന്ന് പറയുന്ന വാക്കുകൾ കൊണ്ട് കൂട്ടിച്ചേർത്താണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ടത് 2 സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളെ നോർ അല്ലെങ്കിൽ ഓർ വെച്ചിട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ വേർബ് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമിലാണ് അല്ലെങ്കിൽ സിംഗുലർ വേർബാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇവിടെ വെയർ എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. കറക്റ്റ് ഫോം എന്ന് പറയുന്നത് നെയ്തർ അജയ് നോർ ബിനോയ് വാസ് പ്രസൻറ്റ് ദെയർ. വെൻ 2 സിംഗുലർ സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ ഓർ നോർ യു ഷുഡ് യൂസ് എ സിംഗുലർ വേർബ്. ഓർ നോർ എന്ന് ഉദ്ദേശിക്കുന്നത് നെയ്തർ
നോർ അല്ലെങ്കിൽ ഐദർ ഓർ, ഈ രണ്ട് രീതിയിൽ ഉപയോഗിച്ചാലും രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ സിംഗുലർ ആയിട്ടുള്ള വേർബാണ് വരേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂൾ 7 ഒരു എക്സ്റ്റൻഷനാണ്. നെയ്തർ അജയ് നോർ ഹിസ് ഫ്രണ്ട്സ് വാസ് പ്രസൻറ്റ് ദെയർ. നെയ്തർ അജയ് നോർ ഹിസ് ഫ്രണ്ട്സ് വാസ് പ്രസൻറ്റ് ദെയർ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇവിടെ നെയ്തർ നോർ വെച്ച് ചേർക്കുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റും ഒരു പ്ലൂറൽ സബ്ജക്റ്റുമാണ്. അജയ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്, ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ഫോമാണ്. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെയ്തർ നോർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഐദർ ഓർ വെച്ചിട്ടോ ഒരു സിംഗുലർ നൗൺ നെയിം പ്ലൂറൽ നൗൺ നെയിം ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേർബ് എന്ന് പറയുന്നത് ആ ഒരു വേർബിന് ഏറ്റവും അടുത്തുള്ള നൗൺ അല്ലെങ്കിൽ ആ ഒരു വേർബിന് ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ ഫോം ആയിരിക്കും ഈ വേർബ് ഉപയോഗിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ വെർബൽ ഫോമായിട്ട് വരുന്നത് വാസ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ വാസിന് ഏറ്റവും അടുത്തുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ് ആണ്. അത് പ്ലൂറൽ ഫോമിലാണുള്ളത്. സോ ഫ്രണ്ട്സ് പ്ലൂറൽ ഫോമിലായിട്ട് വരുമ്പോൾ അതിന് തൊട്ടടുത്ത് വരുന്ന വേർബ് പ്ലൂറൽ ഫോമിലായിരിക്കണം. ഇവിടെ സിംഗുലർ ഫോമിലായതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവുന്നത്. കറക്റ്റായിട്ട് വരുന്നത് നെയ്തർ അജയ് നോർ ഹിസ് ഫ്രണ്ട്സ് വെയർ പ്രസൻറ്റ് ദെയർ. നെയ്തർ അജയ് നോർ ഹിസ് ഫ്രണ്ട്സ് വെയർ പ്രസൻറ്റ് ദെയർ. കാര്യം ഇവിടെ വേർബിന് തൊട്ടടുത്ത് വരുന്നത് ഫ്രണ്ട്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഫ്രണ്ട്സ് പ്ലൂറൽ ഫോമിലായതുകൊണ്ട് തന്നെ വേർബും പ്ലൂറൽ ഫോമിലാവണം. സോ റൂൾ 8 എന്ന് പറയുന്നത് വെൻ എ സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്ട്സ് ആർ കണക്റ്റഡ് ബൈ ഐദർ ഓർ നെയ്തർ നോർ ദ വേർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസസ്റ്റ് ടു ഇറ്റ്. ദ വേർബ് അഗ്രീസ് വിത്ത് ദ സബ്ജക്ട് ക്ലോസസ്റ്റ് ടു ഇറ്റ്. സോ റൂൾ 9 ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ ക്യാപ്റ്റൻ ആൻഡ് കോച്ച് ഓഫ് ദ ടീം ഹാവ് നോട്ട് കം യെറ്റ്. ദ ക്യാപ്റ്റൻ ആൻഡ് കോച്ച് ഓഫ് ദ ടീം ഹാവ് നോട്ട് കം യെറ്റ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റെന്താണെന്ന് നോക്കിക്കേ. സോ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് നൗൺ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴേക്കിന് ഫസ്റ്റ് നൗണിൻ്റെ മുമ്പിൽ ആർട്ടിക്കിളോ എ ആൻഡ് ടി എച്ച് അതുപോലുള്ള വാക്കുകളുണ്ട്. പക്ഷേ സെക്കൻഡ് നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ രണ്ട് നൗണും ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. ക്യാപ്റ്റൻ എന്നും കോച്ച് എന്നും പറയുന്നത് ഒരേ വ്യക്തിയെ പറ്റിയിട്ടാണ്. സിംഗുലർ ആയിട്ടുള്ളൊരു ഫോം ആയതുകൊണ്ട് ഇവിടെ ഹാസ് ആണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. ക്യാപ്റ്റൻ ആൻഡ് കോച്ച് ഓഫ് ദ ടീം ഹാസ് നോട്ട് കം യെറ്റ്. സോ ഇതിൻ്റെ റൂൾ നോക്കി. ഇഫ് ടു സിംഗുലർ സബ്ജക്ട്സ് ആർ ജോയിൻ ബൈ ആൻഡ് ദി ആർട്ടിക്കിൾ ഓർ പൊസസീവ് പ്രൊനൗൺ കംസ് ഓൺലി ബിഫോർ ദ ഫസ്റ്റ് സബ്ജക്ട്, it indicates that they are a single unit or a person and a singular verb is used. ഇനിയിപ്പോൾ റൂൾ 10 ഒരു ചോദ്യമാണ് വരുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ഷീ ഈസ് ദ മോർ ഇൻ്റലിജൻറ്റ് ഇൻ ദ ഗ്രൂപ്പ്. സോ ഇവിടെ മോർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ആയിട്ടുള്ള ഡിഗ്രിയാണ്. ഇവിടെ ഒരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മോർ ദാൻ 2 ഉള്ളൊരു ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയുവാണെങ്കിൽ കമ്പാരിറ്റീവ് ആയിട്ടുള്ള മോർ ഡിഗ്രി അല്ല ഉപയോഗിക്കേണ്ടത്. അതിന് പകരം സൂപ്പർലേറ്റീവ് ആയിട്ടുള്ളൊരു ഫോമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഷീ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് എന്നാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് വരേണ്ടത്. യൂസ് സൂപ്പർലേറ്റീവ് ഫോം EST ഓർ മോസ്റ്റ് ടു കമ്പയർ 3 or more പീപ്പിൾ ഓർ തിങ്സ്. സോ ഇവിടെ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് 3 ആളെങ്കിലും കാണും. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉപയോഗിക്കേണ്ട ഡിഗ്രി എന്ന് പറയുന്നത് ഫോം എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആയിട്ടുള്ള ഫോമാണ്. EST അല്ലെങ്കിൽ മോസ്റ്റ് വെച്ചിട്ടുള്ള സൂപ്പർലേറ്റീവ് ഫോമാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വന്നത്. ഷീ ഈസ് എ മോർ ഇൻ്റലിജൻറ്റ് ഓഫ് ദ 2 എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നെങ്കിൽ അത് കറക്റ്റായിരുന്നു. കാര്യം അവിടെ 2 ആളുകളേ ഉള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കിന് കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കാം. സോ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ 10 പ്രധാനപ്പെട്ട റൂൾസ് പഠിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞ ഈ റൂൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് കാര്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ ലെക്ചർ സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൊത്തത്തിൽ 100 പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഗ്രാമർ റൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസും സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എറർ ഡിറ്റക്ഷൻ ക്വസ്റ്റ്യൻസിലൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്. സോ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.